അവതാരിക തുടരുന്നു. അഭയുടെ വാദമുഖങ്ങൾ ഇവിടെ പരാജയപ്പെടുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇത് ഇഷ്ടമായി. 2 മണിക്കൂർ നീണ്ട ചർച്ച അവസാനിപ്പിച്ച് അഭയും സുഹൃത്തും കോണിപ്പടി ഇറങ്ങി തെരുവിലൂടെ തിരിച്ചുപോയി. ചുറ്റും കാണുന്ന ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനം താൽക്കാലികവും അപൂർണവുമാണെന്ന ശ്രീലഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ വിവരണം അഭയിൽ ആഴത്തിൽ തെളിഞ്ഞു നിന്നു. താൻ ഒരു ദേശീയവാദിയിൽ നിന്ന് ശ്രീലഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ ശിഷ്യനായി മാറിക്കൊണ്ടിരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. സ്വയം അവിവാഹിതനായിരുന്നെങ്കിൽ എന്നും അദ്ദേഹം ചിന്തിച്ചുപോയി. കാരണം ഈ മഹാത്മാവ് തന്നോട് കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഉടൻ തന്നെ തനിക്ക് ചെയ്യുവാനും. പക്ഷേ ഇപ്പോഴാകട്ടെ ഒരു കുടുംബവുമുണ്ട്. അത് ഉപേക്ഷിക്കുന്നത് അനീതിയാകുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഒരു അത്ഭുതം തന്നെ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ സന്ദേശം ഏറ്റവും വിദഗ്ധനായ ഒരു വ്യക്തിയുടെ കൈകളിലെത്തിയിരിക്കുന്നു. അഭയ് തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. ആ രാത്രി തന്നെ ഭക്തി സിദ്ധാന്ത സരസ്വതിയെ തൻ്റെ ആധ്യാത്മിക ഗുരുവായി സ്വീകരിച്ചു കഴിഞ്ഞിരുന്നുവെന്ന് പിൽക്കാലത്ത് ശ്രീല പ്രഭുപാദർ പറയുകയുണ്ടായി. ഔപചാരികമായിട്ടല്ല ശ്രീല പ്രഭുപാദർ പറഞ്ഞു. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഒരു പരമോന്നതനായ സാധുവിനെ കാണുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചുവല്ലോ എന്ന ചിന്ത വീണ്ടും വീണ്ടും മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഭക്തി സിദ്ധാന്ത സരസ്വതിയെ കണ്ടുമുട്ടിയ ശേഷം അഭയ് ഗൗഡിയ മഠത്തിലെ അംഗങ്ങളുമായി കൂടുതൽ ഇടപഴകാൻ തുടങ്ങി. അവർ അഭയ്ക്ക് വൈഷ്ണവ ഗ്രന്ഥങ്ങൾ നൽകി. പിന്നെ തങ്ങളുടെ ആത്മീയ ഗുരുവിൻ്റെ ജീവചരിത്രം പറഞ്ഞു കേൾപ്പിച്ചു. ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പരമ്പരയിൽ വരുന്ന വൈഷ്ണവ ആചാര്യനായ ഭക്തി വിനോദ് ഠാക്കൂറിൻ്റെ മകനായിരുന്നു ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ. ഭക്തി വിനോദ് ഠാക്കൂറിന് മുമ്പുള്ള കാലത്ത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭക്തരെന്ന് തെറ്റായി അവകാശപ്പെട്ടിരുന്ന ചില പ്രചാരകരും അവരുടെ ഗ്രന്ഥങ്ങളും തങ്ങളുടെ അനുയായികളെ മഹാപ്രഭുവിൻ്റെ യഥാർത്ഥ സിദ്ധാന്തങ്ങളിൽ നിന്നും ഒരുപാട് വഴി തെറ്റിച്ചു കൊണ്ടുപോകുകയായിരുന്നു. ഇത്തരം പ്രവൃത്തികൾ മൂലം വൈഷ്ണവ പരമ്പരയ്ക്കു തന്നെ കീർത്തിനാശം സംഭവിച്ചു തുടങ്ങുകയായിരുന്നു. എന്നാൽ ഉന്നത ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം കൈക്കൊണ്ടിരുന്ന ശ്രീല ഭക്തി വിനോദ് ഠാക്കൂർ തൻ്റെ വിലയേറിയ ലേഖനങ്ങളിലൂടെയും ശക്തമായ പ്രഭാഷണങ്ങൾ വഴിയും വൈഷ്ണവ മതത്തിൻ്റെ ബഹുമാന്യത വീണ്ടെടുക്കുകയായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ സിദ്ധാന്തങ്ങൾ ആസ്തിക സിദ്ധാന്തത്തിൻ്റെ പരമോന്നത രൂപമാണെന്നും അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ മതത്തിനോ രാജ്യത്തിനോ മാത്രം ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതല്ലെന്നും ലോകജനത മുഴുവൻ അനുവർത്തിക്കേണ്ട ഒന്നാണെന്നും അദ്ദേഹം പ്രചാരം ചെയ്തു. മഹാപ്രഭുവിൻ്റെ സിദ്ധാന്തങ്ങൾ ലോകത്താകമാനം പ്രചരിക്കുമെന്ന് അദ്ദേഹം ദീർഘദർശനം ചെയ്തു. ഇത് യാഥാർത്ഥ്യമാകുന്നതിനായുള്ള അദ്ദേഹത്തിൻ്റെ ഉത്സാഹവും ആഗ്രഹവും അളക്കാനാവാത്തതായിരുന്നു. ഭഗവാൻ കൃഷ്ണനാണ് പരമദിവ്യാത്മ പുരുഷനെന്നും അദ്ദേഹത്തിൻ്റെ തിരുനാൾ ഒരു വിടലാണ് മറ്റെല്ലാ മതപ്രവർത്തനങ്ങളെക്കാളും സുപ്രധാനമായ കർത്തവ്യമെന്നുമുള്ള ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഉപദേശങ്ങളുടെ സാരസത്തായാണ് ശ്രീലഭക്തി സിദ്ധാന്ത സരസ്വതി പ്രചരിപ്പിച്ചിരുന്നത്. മുൻ യുഗങ്ങളിൽ ഈശ്വര സാക്ഷാത്കാരം സിദ്ധിക്കുവാൻ ഇതര മാർഗങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കലിയുഗത്തിൽ ഹരികൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ജപം ഒന്നിനു മാത്രമേ ശാസ്ത്രപ്രകാരം ഈശ്വര സാക്ഷാത്കാരം പ്രദാനം ചെയ്യുവാനുള്ള ശക്തിയുള്ളൂ. ബൃഹത് നാരദീയ പുരാണം, ഉപനിഷത്തുകൾ തുടങ്ങിയ ധർമ്മശാസ്ത്രങ്ങളുടെ ആധാരത്തിൽ ഭക്തി വിനോദ ഠാക്കൂർ, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തുടങ്ങിയ ആചാര്യന്മാർ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രത്തിൻ്റെ അളവറ്റ മാഹാത്മ്യത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നു. ഈ ശാസ്ത്രങ്ങളെക്കുറിച്ചും ഹരികൃഷ്ണ മഹാമന്ത്രത്തെക്കുറിച്ചും ഭഗവത്ഗീത സാരത്തെക്കുറിച്ചുമെല്ലാം അഭയ്ക്ക് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആചാര്യന്മാരുടെ ലേഖനങ്ങൾ വഴി ഇതേ കാര്യം അഭയ് ആവേശത്തോടെ വായിക്കുമ്പോൾ തൻ്റെ സ്വന്തം വൈഷ്ണവ പാരമ്പര്യമായ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പുതിയ പ്രബോധനങ്ങൾ ലഭിക്കുന്നതായി തോന്നി. സ്വന്തം വൈഷ്ണവ പാരമ്പര്യത്തിൻ്റെ ആഴം അഭയ് ഇപ്പോൾ കണ്ടറിയുകയായിരുന്നു. അസ്വസ്ഥതകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ യുഗത്തിലെ ജനങ്ങൾക്കായി യഥാർത്ഥമായ നന്മ ചെയ്യുവാൻ ഈ വൈഷ്ണവ സംസ്കാരത്തിന് എത്ര കാര്യക്ഷമതയുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കുകയായിരുന്നു. വ്യാപാര ആവശ്യങ്ങൾക്കായി അഭയ് കുടുംബസമേതം അലഹബാദിലേക്ക് താമസം മാറ്റുകയായിരുന്നു. അങ്ങനെ 1932 അലഹബാദിൽ വെച്ചാണ് അഭയ് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായത്. അതിനുശേഷമുള്ള അഭയുടെ 30 വർഷക്കാലത്തെ ഇന്ത്യയിലെ ജീവിതം തൻ്റെ ആത്മീയ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം ലോകമെമ്പാടും കൃഷ്ണാബോധം പ്രചരിപ്പിക്കുന്നതിനുള്ള തീവ്രമായ അഭിലാഷത്തിൻ്റെ കഥയാണ്. എന്നാൽ അഭയ്ക്ക് കുടുംബപരമായ ജീവിതവും കൃഷ്ണാബോധ പ്രചരണവും തമ്മിൽ പൊരുത്തപ്പെടാൻ വിഷമമായി തീർന്നു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്ക് സ്വന്തം ഗൃഹത്തിൽ വെച്ചുള്ള കൃഷ്ണാബോധ സേവനങ്ങളോട് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ കൃഷ്ണാബോധം
പരക്കെ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള അഭയുടെ പ്രവർത്തനങ്ങളോട് അവർക്ക് എതിർപ്പായിരുന്നു. അദ്ദേഹം തൻ്റെ ഗൃഹത്തിൽ ആൾക്കാരെ വിളിച്ചുകൂട്ടി ഗീതാപ്രഭാഷണവും മറ്റും നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കും. അവരുടെ നിഷേധം നിയമനം പാലിക്കുകയും അവരെ തൻ്റെ പരിപാടികളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു ഔഷധ കമ്പനിയുടെ വിൽപ്പന ഏജന്റ് എന്ന നിലയിൽ അഭയ്ക്ക് റെയിൽ മാർഗം ഉത്തരേന്ത്യയിൽ വളരെയധികം സഞ്ചരിക്കേണ്ടി വന്നു. ധാരാളം പണം സമ്പാദിച്ചാൽ അത് തൻ്റെ ഗുരുനാഥനായ ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജിൻ്റെ ദൗത്യം പ്രചരിപ്പിക്കാൻ ഉപകരിക്കുമെന്ന ചിന്തയോടുകൂടി അഭയ് ഉത്സാഹപൂർവ്വം തൻ്റെ ബിസിനസ് വളർത്തുവാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടു. തുടരും. ഹരേ കൃഷ്ണ. ശ്രീ രാധേ.